السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. വേദിയിലിരിക്കുന്ന ബഹുമാന്യ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇക്കഴിഞ്ഞ നവംബർ 1 ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ക്രൈസ്തവ മിഷണറിയുടെ പരിപാടിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾക്കും അവിടെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങൾക്കുമുള്ള മറുപടി നൽകുക എന്ന ഉദ്ദേശത്തിലാണ് നാം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇവിടെ പരിപാടി സംഘടിപ്പിച്ച ആളുകളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ നാം അറിയേണ്ടതുണ്ട്. 2007 കണക്ക് പ്രകാരം ലോകത്ത് 40,514 സഭകളുണ്ട്. തങ്ങളുടെ സഭ ഏത് എന്ന് വ്യക്തമാക്കുവാൻ പോലുമുള്ള ധൈര്യമോ ആധികാരികതയോ അവകാശപ്പെടുവാൻ കഴിയാത്തവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെ ആരോപണങ്ങളുമായി കടന്നു വരുന്നത് എന്നറിയുമ്പോൾ വളരെ ഖേദം തോന്നുകയാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പോയിന്റുകൾക്ക് യഥാർത്ഥത്തിൽ നാം പോയിന്റുകൾ എന്ന് തന്നെ പറയുകയാണെങ്കിൽ സത്യത്തോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണത്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കളവുകൾക്ക് ഒരു അതിരുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ അച്ചടിക്കപ്പെട്ട നോട്ടീസിൽ തന്നെ കാണാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള ഖുർആൻ കൊണ്ടുവരാൻ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ എന്ന പേരിൽ അതേ കോപ്പി കൊണ്ടുവരാനല്ല നമ്മൾ പറഞ്ഞത്, ആ ലിപിയിലുള്ള ഖുർആനാണ്.
പക്ഷെ അതിൽ പോലും ജനങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചു കിട്ടണം എന്ന വല്ലാത്ത അടങ്ങാത്ത ആ മോഹം കാണുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ പറഞ്ഞ വലിയ വലിയ നേട്ടങ്ങളും തങ്ങളുടെ അഭിമാനങ്ങളായി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രസംഗിച്ച ഒരാൾ പറയാണ്, അദ്ദേഹത്തെ കണ്ടാൽ ഒരു മുസ്ലിം മൗലവിയെ പോലെ തോന്നിക്കുമത്രേ. അപ്പൊ മൂപ്പര് ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോ സ്വാഭാവികമാണ് മുസ്ലിം ഉമ്മമാർ ഇയാളൊരു മുസ്ലിയാരാണ് എന്ന വിചാരത്തിൽ കുട്ടികളുമായിട്ട് പിറന്നു വീണ ചെറിയ കുഞ്ഞുങ്ങളുമായിട്ട് മൂപ്പരുടെ അടുത്ത് ചെല്ലുമത്രേ. ഇവരിത് ഇവിടെ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്. അപ്പോ ആ ഉമ്മമാർ അവര് നിഷ്കളങ്കരാണ്, ഇതുപോലുള്ള കപടതകൾ അറിയാത്തവരാണ്. അവര് പറയും, ഈ കുട്ടിക്കൊന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു അഭിമാനത്തിന് പറയാണ്, ഞാൻ ആ കുട്ടിയുടെ ചെവിയിൽ പോയിട്ട് യേശുവാണ് രക്ഷ, യേശുവാണ് രക്ഷ എന്ന് പറഞ്ഞു കൊടുക്കും. ഇതിനാണ് യഥാർത്ഥത്തിൽ ബൈബിൾ പരിചയപ്പെടുത്തിയത് പ്രകാരം കപടത എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഇനി മൂപ്പരത് ആശുപത്രിയിൽ പോയി നിൽക്കുക എന്നുള്ള പരിപാടി ഒരു പതിവാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് നമ്മൾ പറയാൻ ആളല്ല കേട്ടോ. മൂപ്പരിവിടെ പറഞ്ഞ ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന ആളുകളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുമ്പോ കുഞ്ഞാടുകളുടെ അവസ്ഥ എന്താവുമെന്ന് നമ്മൾ ഊഹിക്കേണ്ടതുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആളുകൾ, ഇസ്ലാമിനെ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ അറിവിലിതാ ഈ നേരം വരെ ഇത്ര തവണ ആവശ്യപ്പെട്ടിട്ടും ഇവിടെ നടത്തിയ പരിപാടിയുടെ CD പുറത്തിറക്കിയിട്ടില്ല. ഇവിടെ ഇത്രയും നേരം ഇത്രയും നവംബർ 1 നടത്തിയ പരിപാടി ഇത്രയും ദിവസമായിട്ട് പോലും അതിന്റെ CD പുറത്തിറങ്ങിയിട്ടില്ല. എത്ര മാത്രമാണ് ആളുകളുടെ ഭയം എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മാത്രമല്ല ഇവിടെ ആദ്യം പറഞ്ഞത് ആദ്യം നമ്മളൊക്കെ പുസ്തകങ്ങളിലൊക്കെ കണ്ടത് ദൈവികത തൗറാത്തിലും ഇഞ്ചീലിലും വിശുദ്ധ ഖുർആനിലും എന്നാണ്. മിഷണറിമാർക്ക് ഇത് അച്ചടിച്ചു കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നിയത് ചേടാ അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും തൗറാത്തും ഇഞ്ചീലും എങ്ങാനും ചോദിച്ചു വന്നാൽ ഇപ്പൊ അത് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് പോസ്റ്ററും നമ്മൾ എന്താ കണ്ടത്, ദൈവികത പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധ ഖുർആനിലും. അവിടെ തൗറാത്തും ഇഞ്ചീലും പോയി. ഇതിനെന്താണ് കാരണം? ഇതാണ് ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ വല്ലാതെ ഭയന്നിട്ടുണ്ട് മിഷണറിമാർ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അവരുടെ പ്രസംഗം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകെ ഭയന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ. വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡിബേറ്റിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ ചർച്ച നടക്കാനുള്ള കാരണം ഡിബേറ്റ് ആണല്ലോ. ആ ഡിബേറ്റിന്റെ വിഷയത്തിൽ പോലും വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഇന്നത്തെ ദിവസം മുസ്ലിങ്ങൾ ഇവിടെ ഇല്ല, അന്നത്തെ ദിവസം മുസ്ലിങ്ങൾ ഇവിടെ വരാൻ ഏറ്റിട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ആൾക്കാരെന്താ കേട്ടാ വിചാരിക്കുക ഇന്നിവിടെ ഡിബേറ്റ് നടക്കണം എന്നല്ലേ.